ഒരുപാട് കള്ളത്തരങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് തിരിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിലോട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ അന്നുണ്ടായ ആ ഒരു പെയിനും കാര്യങ്ങളും അതൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് അതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് നിങ്ങൾ തകർന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ അതുപോലെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അയാൾ ഭയങ്കര സെൽഫിഷ് ആയിട്ട് നിങ്ങളോട് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു പെരുമാറുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. അതായത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയൊക്കെ പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ മാറി, നിങ്ങൾ മനസ്സോടെ മാറി നിങ്ങൾ വേറൊരു ലൈഫ്, അതായത് വേറൊരു റിലേഷൻഷിപ്പ് എന്നല്ല പറഞ്ഞാൽ നിങ്ങൾ മടുത്തു, ഇനി അത് വേണ്ട അല്ലെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന ആ ഒരു സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരുപാട് വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ പോയതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു റീബർത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്താണ് നിങ്ങളോട് ചോദിക്കണേ, ആ ഒരു പേഴ്സണോട് ദേഷ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ദേഷ്യമില്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അങ്ങനത്തെ, അതായത് നിങ്ങൾ ഭയങ്കര ഒരു ഹീൽഡ് വേർഷൻ ആയി മാറി. നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി, നിങ്ങൾ ഒരുപാട് ഹീൽഡ് വേർഷൻ, അയാൾക്ക് ചീത്തത് വരാനോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിച്ച് അയാൾ തകർന്ന് അങ്ങനത്തെ രീതിയിലൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാറിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും നല്ലൊരു ഹീൽഡ് വേർഷൻ ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു പുതിയ ഒരു ആളായിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാ ആൾക്കാരുടെയും എല്ലാം അതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങോ ചിലപ്പോൾ ഈ ഒരു ടൈം പീരീഡിലായിരിക്കും മേ ബി നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു മൈൻഡിലാണ് ആ ഒരു എനർജിയിലാണ് നിങ്ങളെ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമ്മൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും അയാൾ എങ്ങനെയൊക്കെയാണോ നിങ്ങളോട് കാണിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ അയാൾ ഭയങ്കര സ്ട്രോങ്ങും ബോൾഡും ഭയങ്കര എല്ലാവരോടും ഭയങ്കര അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അയാൾ ശരിക്കും പറഞ്ഞപ്പോൾ ശരിക്കും ഒരു പവർലെസ് ആയിട്ടുള്ള അയാൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ അയാൾ ഒരുപാട് ഒതുങ്ങി അല്ലെങ്കിൽ ഒരുപാട് താരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലായിട്ടുണ്ട് ആ ഒരു വ്യക്തി. ആൾക്ക് അയാൾ ഇത്രയും നാളും കാണിച്ച ആ ഒരു ടൈപ്പ് ഓഫ് എനർജി ഒന്നും ഇപ്പൊ